ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഐ ആം ചക്രവർത്തി. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസം. അതെന്താ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരാളെ കാണാനില്ലേ, ഇയാൾ എൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഇയാളോട് ഞാൻ നിൽക്കുന്ന സമയത്ത് ആ കറക്റ്റ് ടൈമിൽ എൻ്റെ മൊബൈൽ ഹാങ്ങായി. അതാണ് ഈ ഒരു ബ്ലാക്ക് സ്ക്രീന്. മൊബൈൽ ഹാങ്ങായി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗെയിം ക്രാഷ് ആവുകയും ചെയ്തു. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെൻസും കാര്യവും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതായത് ബെൻസ് സ്റ്റിക്കർ വർക്കും കാര്യം ചെയ്തിട്ടില്ല, പഴയ സ്റ്റിക്കറെല്ലാം ഊരിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ ഡോറൊക്കെ അന്ന് കേടായിരുന്നില്ല, അപ്പോൾ ആ ഡോറ് മാറ്റി. പിന്നെ എൻജിനൊക്കെ ഊരി മാറ്റി. കാരണം അന്ന് തന്നെ എങ്ങനെ കൂടിയാണ് ഈ വണ്ടി ഓടിയത്. കാരണം അതിൻ്റെ എൻജിനൊക്കെ പൊളിഞ്ഞിരിക്കുകയായിരുന്നു, പൈപ്പൊക്കെ ചതഞ്ഞിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാശുള്ള കാരണം നമ്മൾ എൻജിൻ മാറ്റി. അപ്പം തന്നെ എനിക്ക് വേറൊരു നമ്മളൊന്നൊരു അതിൻ്റെ ഐഡൻറ്റിറ്റി കാർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അതായത് എൻ്റെ ഐഡൻറ്റിറ്റി കാർ അതാണ്. ഇനി മുതൽ വേറൊരു കാർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി കാറായിട്ട്. അപ്പോൾ ആ കാർ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബെൻസും കാര്യം ശരിയാക്കിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഇതിലാണ് ചെയ്തേക്കണേ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താ പറ്റിയെന്ന്. സംഭവം വേറെ ഒന്നുമല്ല, ഇത് എൻ്റെ പുതിയൊരു കാറാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മാക്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കും അവൻ്റെ റൂഫ് ബോക്സ് വെച്ച പോലത്തെ തന്നെ ഏതെങ്കിലും ഒരു കാറ് തരണമെന്ന് പറഞ്ഞു. അതായത് ഒരു ഫോർച്യൂണർ പോലത്തെ ഒരു ലുക്ക് ഉണ്ടാവും, ബട്ട് എന്നാലും ഫോർച്യൂണർ അല്ലാത്ത ഏതെങ്കിലും ഒരു കാറ്. അപ്പോൾ അവൻ അതിന് പകരം ഈ കാറ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാറ് നല്ല രസമുള്ള കാറാണ്. അതും പോരാണ്ട് ഒരു രക്ഷയില്ലാത്ത കാറാണ് കഴിച്ചത്. നല്ല ലുക്കും ഉണ്ട്, അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട്. അതും പോരാണ്ട് ടാക്സി ജോബൊക്കെ ഇതിൽ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അന്ന് നമ്മുടെ മാക്സിനൊക്കെ ഒരു ചെറിയ വുഡിൻ്റെ സ്ഥലത്താണല്ലോ ഇരുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരം നല്ലൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വുഡ് കൊണ്ടുള്ള വീടാണ്, താൽക്കാലികമായ വെച്ചൊരു വീടാണ്. ശരിക്കും പറഞ്ഞാൽ സ്നോ ഏരിയയിൽ നിന്നല്ല വെക്കണം. കാരണം സ്നോ ഏരിയ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വണ്ടി മൊത്തം മഞ്ഞാവും. പിന്നെ എനിക്ക് ചെറിയ കോൾഡും കാര്യമുണ്ട്, അത് കാരണമാണ് സൗണ്ട് ചെറിയ വ്യത്യാസമൊക്കെ. പിന്നെ ഗൈസ് ഞങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുമെന്ന് തോന്നുന്നുണ്ട്. ഈ ഗൈസ് നമ്മൾ വഴി തെറ്റിയോന്ന് സംശയമുണ്ട്. നമുക്ക് അവിടേക്ക് നിന്ന് ആദ്യം പോയി നോക്കാം. വഴി തെറ്റിയാൽ ഗൈസ് വീണ്ടും ഞങ്ങൾ പറഞ്ഞു വരും. ഓക്കെ, വഴി തെറ്റി ഗൈസ്. നമ്മളപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ അവൻ്റെ വണ്ടി ഇതെവിടെ കിടക്കണം. റൂഫ് ബോക്സ് ഊരിയില്ലോ. ഇതേണ്ട ടയർ സർവീസിൻ്റെ ആൾക്കാരെ കൂടെ എത്തിയിട്ടുണ്ട്. താൽക്കാലികമായി വെച്ച വണ്ടി അല്ല, താൽക്കാലികമായി വെച്ച സാധനമാണ് തൽക്കാലത്തേക്കൊക്കെ വേണ്ടിയിട്ട്. ഇതാണ്ട് നമ്മുടെ ഇന്നോവ അല്ല, അവൻ തന്ന വണ്ടി ഇവിടെ മഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ കുറച്ച് ആൾക്കാരും കാര്യമുണ്ട്. പിന്നെ ഇവിടെ ആണിയൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ആ സംഭവം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 4 ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ളൊരു വീടാണ്. കാരണം വേറെ സ്ഥലത്താണ് ഗൈസ്, അതൊരു ഹൈവേൻ്റെ ഭാഗത്തായിട്ടാണ്. അപ്പോൾ മഞ്ഞൊന്നും ആവില്ലല്ലോ. നമ്മുടെ മാക്സും കാര്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോഷോക്ക് വേണ്ടി മാത്രമേ ചെയ്തെടുക്കാൻ പോണ വണ്ടിയും ഇവിടെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഒരു രക്ഷയില്ലാത്ത കാറൊക്കെ തന്നെ. പിന്നെ നമുക്ക് നേരെ എന്തായാലും പോവാം. ഞാൻ എൻ്റെ പുതിയ കാർ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആദ്യത്തെ പുതിയൊരു കാർ. ഈ കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കപ്പ് പോലെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് ഫ്രീ ആയി കിട്ടിയതാണ്. ആരെങ്കിലും വിശ്വസിക്കും ഇത് പറഞ്ഞാൽ. അതായത് ഞാനൊരു ദിവസം ഓൺലൈൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചങ്ങായി വന്ന് എനിക്ക് $1 ഈ കാർ വന്നു. ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളെന്ത് ചെയ്തു, നേരെ മാക്സിൻ്റെ അടുത്ത് കൊടുത്തു. പെയിൻറ്റ് നമ്മുടെ ഒഫീഷ്യൽ ബ്ലാക്ക് അടിച്ചു. അതുപോലെ ഒഫീഷ്യൽ ജോക്കറിൻ്റെ അതൊക്കെ അടിച്ച് സെറ്റാക്കി. ഈ ഒരു വണ്ടി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അതെന്തായാലും നമുക്ക് പിക്കപ്പ് ആവശ്യം വരും. ഇപ്പോൾ ഇത് രണ്ടാമതൊരു വണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർ. ഈ ഐഡൻറ്റിറ്റി കാർ നല്ല രസമുണ്ട്, കാരണം ഇത് പോപ്പപ്പ് ആണ്. ഇത് എനിക്ക് ഇഷ്ടമാണ്, ഈ പോപ്പപ്പ് പോലത്തെ കാറുകളൊക്കെ. പിന്നെ ഈ കാർ നല്ല അടിപൊളിയാണ്. ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ ഒരു രക്ഷയില്ലാത്ത കാറാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നേരെ പോയിട്ട് ഇടിച്ചില്ല, കുഴപ്പമില്ല. അപ്പം നേരെ അങ്ങോട്ട് പോകാൻ ചോദിക്കുക, പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോവാം. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാം. ഡ്രിഫ്റ്റ് മൂടാക്കട്ടെ. ഓക്കെ, ഡ്രിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഈ വണ്ടിയാണ് അടിപൊളി. എൻ്റെ അമ്മ ഇടിച്ചില്ല. ഓക്കെ, ഇടിച്ചില്ല, ഭാഗ്യത്തിനൊന്നും ഇടിക്കണില്ല. നമുക്ക് നേരെ തന്നെ കൊള്ളാം, അടിപൊളി വണ്ടി. അപ്പം ഇനി ഞാൻ എൻ്റെ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ശരി, ബൈ.